بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ് സകാത്തുൽ ഫിത്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറദ സകാത്തുൽ ഫിത്ർ മിൻ റമദാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളുടെ മേലും സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പൊ എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലും സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. ഇനി ആരാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ നിർബന്ധ ബാധ്യതയുള്ള ആളുകൾ? ആരെ സംബന്ധിച്ചിടത്തോളമാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാവുക? തനിക്കും തൻ്റെ കുടുംബത്തിനും അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം അത് കൈവശമുള്ള ആളുകൾ, അതിനു പുറമെ ഒരു സാഅ് അവൻ്റെ അരികിൽ വർധനവായി ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളെല്ലാം സക്കാത്തുൽ ഫിത്ർ കൊടുക്കൽ നിർബന്ധമാണ്. ആർക്കാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കൽ നിർബന്ധമാകുക? തനിക്കും കുടുംബത്തിനും അന്നന്ന് കഴിയാനുള്ള കാര്യങ്ങൾ, അത്യാവശ്യമായ വസ്തുവകകൾ ഉള്ള ആളുകൾ, അതിനു പുറമെ ഒരു സാഅ് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ അവർക്കൊക്കെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കൽ നിർബന്ധമായിരിക്കും. എത്രയാണ് സ്വായ് എന്നുള്ളത് നമ്മൾ പറയും. എന്താണ് സക്കാത്തുൽ ഫിത്ർ? അത് നിർബന്ധമാക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? മഹത്തരമായ ലക്ഷ്യമാണ് സക്കാത്തുൽ ഫിത്ർ അത് നിർബന്ധമാക്കിയത് പിന്നിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹ്റതൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്. ഒരു നോമ്പുകാരൻ അവന്റെ നോമ്പ് അവസാനിക്കുമ്പോഴാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നത്. നോമ്പ് അവസാനിച്ച് സക്കാത്തുൽ ഫിത്ർ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ നോമ്പ് കാലത്ത് അവന് സംഭവിച്ച അനാവശ്യമായ കാര്യങ്ങൾ, തിന്മകൾ, അതിൽ നിന്നെല്ലാമുള്ള ശുദ്ധീകരണമാണ് സക്കാത്തുൽ ഫിത്ർ. വതുഅമതൻ ലിൽ മസാകീൻ, അതുപോലെ തന്നെ മിസ്കീന്മാർക്ക്, പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണമാണ് സക്കാത്തുൽ ഫിത്ർ. റമദാനിൽ നമ്മുടെ നോമ്പ് അതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കും. നോമ്പ് കാലത്ത് അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തികളും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ട് എങ്കിൽ സക്കാത്തുൽ ഫിത്റിലൂടെ അത് പരിഹരിക്കപ്പെടും, അത് ശുദ്ധീകരിക്കപ്പെടും. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ അത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ 30 ദിവസത്തെ അതല്ലെങ്കിൽ 29 ദിവസത്തെ നോമ്പ് അത് എടുത്തു പൂർത്തിയാക്കിയ സന്തോഷത്തിന്റെ പ്രകടനം, അതാണ് സക്കാത്തുൽ ഫിത്റിലൂടെയുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എടുക്കുവാനുള്ള തൗഫീഖ് നൽകി എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് സക്കാത്തുൽ ഫിത്റിന്റെ കാര്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സക്കാത്തുൽ ഫിത്ർ എപ്പോഴാണ് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിഹാ അൻ തുഅദ്ദാ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ജനങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. എന്നാൽ സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്?
പെരുന്നാളിന് 1-2 ദിവസം മുമ്പ് വരെ അവർ കൊടുത്തിട്ടുണ്ട്. വകാനു യുഅതൂന ഖബ്ല അൽ-ഫിത്രി ബിയൗമിൻ ഔ യൗമൈൻ. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഫിത്ർ, ഈദുൽ ഫിത്റിന് മുൻപ് 1-2 ദിവസം മുൻപ് വരെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 ഹദീസുകളും മുൻനിർത്തി പണ്ഡിതന്മാർ ഇതിനെ ജംഅ് ചെയ്ത് പറഞ്ഞത് എന്താണ്? ഏറ്റവും അഫ്ളലായ സമയം പെരുന്നാൾ ദിവസം ജനങ്ങൾ മുസല്ലയിലേക്ക് പോകുന്നതിന് മുൻപ് കൊടുക്കലാണ് ഏറ്റവും അഫ്ളലായ സമയം. ഇനി അതല്ല എങ്കിൽ ഒരാൾക്ക് പെരുന്നാളിന്റെ 1-2 ദിവസം മുൻപ് വേണമെങ്കിൽ കൊടുക്കാം, അത് ജായിസാണ്. അതിലും മുമ്പ് കൊടുക്കുക, ഒരു 3-4 ദിവസം മുമ്പ് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കൊടുക്കൽ, അത് പാടില്ല. അത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ഒരുപാട് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് മതിയാവുകയില്ല. അവൻ വീണ്ടും ഈ പറഞ്ഞതുപോലെ പെരുന്നാളിന്റെ തൊട്ടു മുമ്പായി കൊടുക്കണം, അത് നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് കൊടുക്കുക, അതല്ലെങ്കിൽ ഏറ്റവും അഫ്ളലായ രീതിയിൽ മുസല്ലയിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പായി കൊടുക്കുക. അതാണ് അഫ്ളലായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഈദിന് കൊടുക്കാൻ പറ്റുമോ? ഈദിന്റെ ശേഷം കൊടുക്കാൻ പറ്റില്ല. ഈദിന്റെ ശേഷം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഈദിന്റെ ശേഷം ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് സകാത്തുൽ ഫിത്റായി പരിഗണിക്കപ്പെടുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി മൻ അദ്ദാഹാ ഖബ്ല അസ്സലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂല. പെരുന്നാൾ നിസ്കാരത്തിന് മുൻപ് ഒരാൾ കൊടുത്താൽ അത് അല്ലാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സകാത്താണ്. വമൻ അദ്ദാഹാ ബഅദ അസ്സലാഹ്, ആരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് അത് കൊടുക്കുന്നത് എങ്കിൽ ഫഹിയ സദഖത്തുൻ മിനസ് സദഖ, അത് കേവലം ഒരു സദഖയാണ്, സകാത്തുൽ ഫിത്റായി എന്ത് ചെയ്യൂല, പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം കൊടുത്താൽ അത് ശരിയാവുകയില്ല, അത് സകാത്തുൽ ഫിത്ർ ആവുകയില്ല. നേരെ മറിച്ച് അതൊരു കേവലം സദഖയാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുൻപാണ് കൊടുക്കേണ്ടത്. ഇനി ഒരാൾ മറന്നുപോയി, സകാത്തുൽ ഫിത്ർ കൊടുക്കാൻ മറന്നുപോയി, പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്, സകാത്തുൽ ഫിത്ർ കൊടുത്തിട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? അവൻ ഓർമ്മ വരുന്ന അതേ സമയം അവൻ എന്ത് ചെയ്യണം? സകാത്തുൽ ഫിത്ർ അത് ഖദാ വീട്ടണം, അത് അപ്പോൾ തന്നെ കൊടുക്കണം. അവൻ മറന്നതുകൊണ്ട് അവന്റെ മേലെന്തില്ല? തെറ്റില്ല, അവന് കുറ്റമില്ല. ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാൻ. അബദ്ധവും മറവി കാരണം സംഭവിക്കുന്ന കാര്യങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. ഒരാൾ മറന്നുപോയി, പെരുന്നാളിന് ശേഷമാണ് ഓർമ്മ വന്നത് എങ്കിൽ ഓർമ്മ വന്നാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അത് കൊടുത്തു കൂട്ടണം. പക്ഷെ അവന്റെ മേൽ കുറ്റമില്ല. എന്നാൽ ഒരുവൻ മനഃപൂർവ്വം വൈകിച്ചു, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ മനഃപൂർവ്വം സകാത്തുൽ ഫിത്ർ പെരുന്നാളിന് ശേഷം വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ ഖദാഉം തൗബയും നിർബന്ധമാകും. അവൻ ചെയ്ത വലിയ തെറ്റാണ്, അവൻ ഖദാ കൂട്ടണം, അതുപോലെ തന്നെ അവൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യണം. ഇനി എത്രയാണ് സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്? ഹദീസുകളിൽ കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ കൊടുക്കാൻ പറഞ്ഞത് ഒരു സാഅ. ഒരു സാഅ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യമ വലുപ്പമുള്ള ഒരാളുടെ കയ്യിൽ കൊള്ളാവുന്ന, ആ കൈക്കുമ്പിളിൽ നിറയുള്ള ഒരളവ്, അതാണ് ഒരു മുദ്ദ്. അങ്ങനെയുള്ള 4 മുദ്ദ്, 4 കോരൽ. ഒരു മിതമായ വലുപ്പമുള്ള ഒരാൾ, വലിയ കൈയുള്ള ഒരാളാകാൻ പാടില്ല, നന്ന ചെറിയ കൈയുള്ള ആളാകാനും പാടില്ല. മധ്യമ നിലയിലുള്ള വലുപ്പമുള്ള കൈയിന്റെ ഉടമ അയാളുടെ കയ്യിൽ കോരിയാൽ കിട്ടുന്ന ഒരു കോരൽ, അതാണ് ഒരു മുദ്ദ്. അങ്ങനെയുള്ള 4 മുദ്ദ്, അതാണ് ഒരു സാ എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ ഇബ്നു ബാസ് റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഏകദേശം 3 കിലോ ആണ് ഒരു സാ എന്ന് പറഞ്ഞാൽ. 3 കിലോ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം 2.25 കിലോ ആണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്.
ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ലജ്നത്തു ദായിമയുടെ ഒക്കെ ഫത്വയിൽ കാണാൻ, ഒരുവൻ 3 കിലോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിർബന്ധമായ അവന്റെ അളവ് അവൻ വീടിയിരിക്കുന്നു. 3 കിലോ കൊടുക്കുക, 3 കിലോ കൊടുത്താൽ അവന്റെ നിർബന്ധമായ അളവ് അത് വീടിയിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊടുത്തിരുന്നത് ഈത്തപ്പഴമാണ്. അതുപോലെ തന്നെ ബാർലി കൊടുത്തിട്ടുണ്ട്, ഗോതമ്പ് കൊടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവരുടെ കൂത്തുൽ ബലദ്, അവർ പ്രധാനമായും കഴിച്ചിരുന്ന ഭക്ഷ്യവസ്തു ഇതൊക്കെ ആയിരുന്നത് കൊണ്ടാണ് അത് കൊടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ എന്താണോ പ്രധാനമായ ഭക്ഷ്യവസ്തു ആയിട്ടുള്ളത് അതാണ് കൊടുക്കേണ്ടത്. അത് 3 കിലോ ആണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. ആർക്കാണ് കൊടുക്കേണ്ടത്? ചില ആളുകൾ മനസ്സിലാക്കി വെച്ചത് സക്കാത്തിന്റെ അവകാശികൾ ആ ഇനങ്ങളിൽപ്പെട്ട 7ഓളം ആളുകൾക്ക്, വിഭാഗങ്ങൾക്ക് ഇത് കൊടുക്കാമെന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ അത് തിരുത്തിയിട്ടുണ്ട്. സക്കാത്തുൽ ഫിത്റിന്റെ അവകാശികൾ മിസ്കീന്മാർ മാത്രമാണ്. ചെലവിന് വകയില്ലാത്ത പാവപ്പെട്ട ദരിദ്രരായ മിസ്കീന്മാർക്കാണ് സക്കാത്തുൽ ഫിത്ർ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. സക്കാത്തുൽ ഫിത്റിന്റെ അവകാശികൾ മിസ്കീന്മാർ, അവർ മാത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? മറ്റേ സക്കാത്ത് നിർബന്ധമായും നിസാബും ഹൗലും എത്തിയ സമ്പാദ്യത്തിന്റെ സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭജിച്ച് ഈ പറഞ്ഞ സക്കാത്തിന്റെ 7 അവകാശികൾക്ക് വിഭജിച്ച് കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്തിട്ടില്ല? സക്കാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇത് വിഭജിച്ച് കൊടുത്തിട്ടില്ല. മിസ്കീന്മാർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് മിസ്കീന്മാർക്ക് മാത്രമാണ്. ഇനി പല ആളുകൾക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ്, സക്കാത്തുൽ ഫിത്ർ അത് ധാന്യം അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അതിന്റെ പണം നൽകിയാൽ മതിയോ? ധാന്യത്തിന് പുറമെ അതല്ലെങ്കിൽ ധാന്യത്തിന് പകരമായി, ഭക്ഷ്യവസ്തുവിന് പകരമായി പണം നൽകുന്ന ആളുകൾ, അത് ശരിയാണോ എന്ന സംശയം പലർക്കുമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് ഭക്ഷ്യവസ്തുവിന് പുറമെ അതിന് പകരമായി പണം നൽകാൻ പാടില്ല. അതൊരിക്കലും എന്ത് ചെയ്യില്ല, അത് മതിയാവുകയില്ല. അരി കൊടുക്കുന്നതിന് പകരം, ഭക്ഷ്യവസ്തു കൊടുക്കുന്നതിന് പകരം അതിന്റെ പൈസ അത് കൊടുത്താൽ അത് മതിയാവുകയില്ല. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, സക്കാത്തുൽ ഫിത്റിന് പകരമായി പണം നൽകുക എന്നുള്ളത് ഖിലാഫുൽ ലിന്നുസൂസ്, സക്കാത്തുൽ ഫിത്റിന്റെ തെളിവുകൾ വന്ന പ്രമാണങ്ങൾക്കെതിരാണ്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബിമാരുടെ കയ്യിൽ പണമുണ്ട്, അവരെന്ത് ചെയ്തിട്ടില്ല? പണം കൊടുത്തിട്ടില്ല. അവർ കൊടുത്തത് ഭക്ഷണമാണ്, ഭക്ഷ്യവസ്തുവാണ് അവർ സക്കാത്തുൽ ഫിത്ർ കൊടുത്തത്. അപ്പോൾ സക്കാത്തുൽ ഫിത്ർ അത് ഭക്ഷണമായിട്ടാണ് കൊടുക്കേണ്ടത്. പണം കൊടുത്താൽ അത് മതിയാവുകയില്ല. നമ്മളുടെ ഗവേഷണത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ ഇബാദത്തുകൾ അത് മാറ്റുവാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ മടങ്ങേണ്ടത് നുസൂസുകളിലേക്കാണ്, തെളിവുകളിലേക്കാണ്. നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ടല്ല ഇബാദത്തുകൾ നമ്മൾ ചെയ്യേണ്ടത്, നേരെ മറിച്ച് പ്രമാണങ്ങൾ വെച്ചാണ് എന്നത് നമ്മൾ മറക്കുവാൻ പാടില്ല. ഇനി ഒരാൾ ആരുടെയൊക്കെ സക്കാത്തുൽ ഫിത്ർ നൽകണം, ആരുടെ എല്ലാം സക്കാത്തുൽ ഫിത്ർ നൽകാൻ ഒരുവൻ ബാധ്യസ്ഥനാകും? പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾ, അവന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ സക്കാത്തുൽ ഫിത്ർ നൽകൽ ഒരാളുടെ മേൽ നിർബന്ധമാകും. ഒരുവന്റെ കീഴിൽ, അവന്റെ ചെലവിന് കീഴിൽ ജീവിക്കുന്ന ആളുകൾ, അവൻ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ പോലെയുള്ള ആളുകൾ, അവരുടെ പേരിൽ അവർക്ക് വേണ്ടി സക്കാത്തുൽ ഫിത്ർ കൊടുക്കൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാകും. ഇനി ചില ആളുകൾക്ക് അവന്റെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെ മേലും സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ ചിലപ്പോൾ സമ്പാദ്യം ഉണ്ടാകൂല. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ ചിലപ്പോൾ ഒരു 10 ആളുണ്ടെന്ന് വിചാരിക്കുക, ആ 10 ആളെയും കാര്യങ്ങളൊക്കെ ഇവനാണ് നോക്കുന്നത്.
ഈ 10 ആളുകളുടെയും സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ അവന്റെ കയ്യിൽ വകയില്ല. അവൻ എന്ത് ചെയ്യണം? ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇബ്ദ ബിനഫ്സിക ഫതസദ്ദഖ് അലൈഹ. അതെന്ത് ചെയ്യണം? സ്വന്തത്തിന്റെ സക്കാത്തുൽ ഫിത്ർ അത് വീടണം. സ്വന്തത്തിനുള്ള സക്കാത്തുൽ ഫിത്ർ എന്ത് ചെയ്യാ? വീടുക. ഇനി ബാക്കിയുണ്ട് എങ്കിൽ ഫഇൻ ഫദല ശൈഉൻ ഫലി അഹ്ലി, ബാക്കിയുണ്ട് എങ്കിൽ ഭാര്യയുടെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുക. ഇനിയും ബാക്കിയുണ്ടെങ്കിലോ ഫഇൻ ഫദല അൻ അഹ്ലിക ശൈഉൻ ഫലിദി ഖറാബതിക്, പിന്നീട് ഏറ്റവും അടുത്ത കുടുംബം, മക്കളോ അതല്ലെങ്കിൽ മാതാപിതാക്കളോ, അങ്ങനെ ഏറ്റവും അടുത്ത ആളുകളെ അങ്ങനെ പരിഗണിക്കുക. അപ്പോൾ എല്ലാ ആളുകളുടെയും ഒരുമിച്ച് കൊടുക്കുവാൻ വകയില്ലാത്ത ആളുകൾ ആദ്യം സ്വന്തത്തിന്റെ പേരിൽ കൊടുക്കുക, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ഭാര്യയുടെ പേരിൽ കൊടുക്കുക, പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ പിന്നീട് ഏറ്റവും അടുത്ത ആളുകൾ, അങ്ങനെ ആ ഒരു ക്രമത്തിലാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഈ വിഷയത്തിൽ പല ആളുകൾക്കുള്ള സംശയമാണ്, സക്കാത്തുൽ ഫിത്ർ എവിടെയാണ് കൊടുക്കേണ്ടത്? സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കണം, അതല്ല പുറം നാടുകളിലേക്ക്, ചുറ്റുഭാഗത്തുള്ള നാടുകളിലേക്ക് കൊടുക്കണം? ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഏറ്റവും സുന്നത്തായ അഫ്ദലായ കാര്യമെന്നാൽ നിന്റെ നാട്ടിൽ തന്നെ അത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നാടിന് പുറത്തേക്ക് അത് കൊണ്ടുപോകാതിരിക്കുക, നാടിന് പുറത്തേക്ക് അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സുന്നത്തായ കാര്യം. എന്നാൽ ഒരുവന്റെ നാട്ടിൽ, അവന്റെ പ്രദേശത്ത് മിസ്കീന്മാരില്ല, അതിന്റെ അവകാശികളില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യാം? നാടിന് പുറത്തു കൊടുക്കൽ ജായിസാണ്. നാടിന് പുറത്തു കൊടുത്താൽ അത് മതിയാകും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാതെ നാടിന് പുറത്തേക്കുള്ള വല്ല സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അവന് യാത്ര വരെ ചെയ്യാം, പക്ഷെ പെരുന്നാളിന് മുമ്പ്, നിസ്കാരത്തിന് മുമ്പ് അത് കൊടുക്കണം എന്ന് മാത്രം. സ്വന്തം നാട്ടിൽ മിസ്കീന്മാരില്ല എങ്കിൽ മറ്റുള്ള പ്രദേശത്തേക്ക് കൊടുക്കാം. ഇനി നാട്ടിൽ അവകാശികൾ ഉണ്ട് എങ്കിൽ അത് നാട്ടിൽ തന്നെ കൊടുക്കലാണ് സുന്നത്തായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സക്കാത്തുൽ ഫിത്ർ, ഒരാളുടെ വീട്ടിൽ ഒരു 3-4 ആളുകളുണ്ട്, അവരൊക്കെ സക്കാത്തുൽ ഫിത്ർ ഒരൊറ്റ ആളുകൾക്ക് മാത്രം കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് മാത്രമായിട്ട് ഒരു 4 ആൾക്കാർ സക്കാത്തുൽ ഫിത്ർ ഒരു മിസ്കിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ജായിസാണ്, അങ്ങനെ കൊടുക്കാം. ഒരാളുടെ സക്കാത്തുൽ ഫിത്ർ അത് ഒരു സാഴ്, ഇപ്പം 3 കിലോ എന്നുള്ളത് വ്യത്യസ്ത ആളുകൾക്ക് വിഭജിച്ചും കൊടുക്കാം. ഒരുപാട് ആളുകളെ സക്കാത്തുൽ ഫിത്ർ ഒരൊറ്റ ആൾക്കും കൊടുക്കാം. മനസ്സിലായോ? ഒരാള് സക്കാത്തുൽ ഫിത്ർ എന്ത് ചെയ്യാം? ഒരു 3 കിലോ ആണ് ഒരാള് സക്കാത്തുൽ ഫിത്ർ എന്ന് വിചാരിക്കുക. ആ 3 കിലോ ഓരോ കിലോ വീതിച്ചുകൊണ്ട് 3 ആളുകൾക്കും കൊടുക്കാം. ഒരു 5 ആള് സക്കാത്തുൽ ഫിത്ർ അത് ഒരൊറ്റ ആൾക്കും കൊടുക്കാം. അത് ജായിസായ കാര്യമാണ്. ലജ്നത്തു ദായിമയുടെ ഫത്വയിൽ നമുക്ക് അത് വായിക്കുവാൻ സാധിക്കും. ഇനി മറ്റൊരു സംശയം, സക്കാത്തുൽ ഫിത്ർ അത് കൊടുക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? അതല്ല നമ്മൾ തന്നെ കൊടുക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും അഫ്ദൽ നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് അത് മിസ്കീന്മാർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിലൊരുപാട് ഖൈറുകളുണ്ട്. ഒന്നാമത്തെ ഒരു ഖൈർ എന്നാൽ മിസ്കീന്മാരുടെ കാര്യത്തിൽ നമ്മളൊന്ന് പണിയെടുക്കുന്നു, നമ്മളൊന്ന് വേർക്കുന്നു, നമ്മളൊന്ന് പരിശ്രമിക്കുന്നു. അത് മഹത്തായ ഒരു ഇബാദത്താണ്. മാത്രമല്ല, ഇത് കൊടുക്കാൻ പോകുമ്പോൾ ആ മിസ്കീന്മാരുടെ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നു, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തുകൾ എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. പാവപ്പെട്ട ആളുകൾക്ക് ഇത് എത്തിക്കാൻ പോകുമ്പോൾ അവരവസ്ഥ മനസ്സിലാക്കി നമ്മൾ എത്ര വലിയ നിഅമത്തിലാണ് എന്ന് ബോധ്യപ്പെടും. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഒരാൾ സ്വന്തം കൈ കൊണ്ട് പോയി സക്കാത്തുൽ ഫിത്ർ അത് കൊടുക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. എങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം? അതിന് പോകാൻ തടസ്സങ്ങളുണ്ട് എങ്കിൽ ഒരാളെ ഏൽപ്പിക്കുന്നത് കൊണ്ട്, വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇനി മറ്റു പലർക്കുള്ളൊരു സംശയം, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരിൽ മിസ്കിന്മാരുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം?
അവർക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ പറ്റൂ. കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. ഏറ്റവും അഫ്ദൽ നമ്മൾ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അവരെ പരിഗണിക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ഭാര്യ, മക്കൾ, അതല്ലെങ്കിൽ വാപ്പ, ഉമ്മ, ഇങ്ങനെയുള്ള ആളുകളല്ല. അവരെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അടുത്ത കുടുംബക്കാർ, അവരിൽ അവകാശികളുണ്ട് എങ്കിൽ, അവരിൽ മിസ്കീന്മാരുണ്ട് എങ്കിൽ അവരെ പരിഗണിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സക്കാത്തുൽ ഫിത്തർ അത് കൊടുക്കുന്നത് വരെ അവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. അതിനു മുമ്പ് സക്കാത്തുൽ ഫിത്തർ അല്ലാത്ത സഹായങ്ങൾ എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. കുടുംബത്തിലുള്ള ഏറ്റവും അടുത്ത ആളുകൾ, അവരെ സഹായിക്കാൻ സക്കാത്തുൽ ഫിത്തറിന്റെ സമയമാകുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഇരിക്കെ സക്കാത്തുൽ ഫിത്തർ അതിൻ്റെ അവകാശികളായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്ത ആളുകളുണ്ട് എങ്കിൽ അവർക്ക് കൊടുക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എന്നും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന് സക്കാത്തുൽ ഫിത്തർ കൊടുക്കണോ എന്ന് പലരും ചോദിക്കുന്നതായി കാണാൻ സാധിക്കും. ഗർഭസ്ഥ ശിശു, മാതാവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടി സക്കാത്തുൽ ഫിത്തർ കൊടുക്കാവുന്നതാണ്. സുന്നത്തായ കാര്യമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വാജിബല്ല. പുറത്തുള്ള കുട്ടിക്കോ പ്രസവിച്ച കുട്ടിക്കോ വാജിബാണ്. ചെറുതൊന്നോ വലുതൊന്നോ വ്യത്യാസമല്ല. നമ്മൾ ആദ്യം പറഞ്ഞു, പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് വാജിബാണ് എങ്കിൽ പ്രസവിക്കപ്പെടാത്ത ഗർഭസ്ഥ ശിശുവിന് കൊടുക്കൽ മുസ്തഹബാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് ചെയ്തിട്ടുണ്ട്. ഒരാൾ അത് ചെയ്യുകയാണെങ്കിൽ അത് സുന്നത്തായ നല്ല കാര്യമാണ്, എന്നാൽ അത് നിർബന്ധമല്ല. ഇതാണ് സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദാത്തുകൾ കൃത്യമായി അതിൻ്റെ ക്രമമനുസരിച്ച് ചിട്ടയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅഅലം. സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.